വട്ടവടയിലെ ഏറ്റവും കിടിലം വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്, വന്നോളൂ. വട്ടവടയിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. ഒരു 4 സ്റ്റാർ ഏരിയ. ഇവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. സോ ഗൈസ്, നമ്മൾ ഇവിടെ വരെ വരുന്നത് മൂന്നാറിൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വിഷ്ണു ബ്രോയുടെ സ്റ്റേയിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ജീപ്പ് സഫാരിയേക്ക് ഓഫ് റോഡിൽ കൂടെ വട്ടവടയിലെ ഏറ്റവും കിടിലം വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടമാണെങ്കിൽ നമ്മൾ മൂന്നാർ ടൗണിൽ ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ആട്ടുകാട് വാട്ടർഫോൾ. സോ ഗൈസ്, ഇതിൻ്റെ തൊട്ടടുത്ത ഒരു ബ്ലാങ്കറ്റ് ഹോട്ടലുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നടന്നു വരാൻ. ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ മുമ്പ് തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ പാലം വരെ നടന്നു വന്നാൽ ഒരു കിടിലം ബ്യൂട്ടിഫുൾ സീനറി നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ ഗൈസ് ഇങ്ങോട്ട് നേരെ വിട്ടോളൂ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വൈബ് വേറെ ലെവലായിരിക്കും ഗൈസ്. സോ ഞങ്ങൾ കണ്ടില്ലേ, ഇവിടെ വന്നപ്പം വെള്ളമില്ല, ഒന്നുമില്ല. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവസ്ഥ ഉണ്ടോ? മഴയില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും വ്യൂ ഒക്കെ കിട്ടാൻ പോകുന്നത്. മഴയൊക്കെ തീരെ കുറവായതുകൊണ്ട് കണ്ടില്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ. പിന്നെ ആ ഡാമിൻ്റെ മാട്ടുപ്പെട്ടി ഡാമൊക്കെ പറ്റിക്കിടക്കുന്ന ഒരവസ്ഥ തന്നെ കണ്ട. അപ്പം ഞാനുണ്ട്, ഡേവിഡ് ഉണ്ട്, അബിയുണ്ട്, അരുണുണ്ട് ഈ ട്രിപ്പിൽ. സോ നേരെ നമ്മൾ വട്ടവടയിലേക്കാണ് പോകുന്നത്. സ്റ്റേ ചെയ്യുന്ന എവിടെയാണെന്നറിയേ? സീക്രട്ട് വേലി ഗായ്സ്. സീക്രട്ട് വേലിക്കാരാണ് നമ്മൾ അവിടെ വരെ കൊണ്ടുപോകും. അതിന് മുമ്പ് കുറേ സ്പോട്ടൊക്കെ നമുക്ക് കണ്ടാലോ? മൂന്നാർ ഭാഗത്ത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തായിട്ട് വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇതൊരു കിടിലം വ്യൂ പോയിൻ്റാണ്, നിങ്ങൾക്ക് കാണപ്പെടും. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ വട്ടവടയിലേക്ക് പോവുകയാണെങ്കിൽ മൂന്നാർ ഭാഗത്ത് വരും. ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. കിടിലം വ്യൂ പോയിൻ്റ്, കിടിലം ഫോട്ടോസും വീഡിയോസിനൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 7-8 മണിക്കകത്തായിരിക്കും സമയം. സോ ഗൈസ്, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നല്ല തണുത്ത ആഹാ, എന്താ ഒരു ഫീല്. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. സോ ഇതുപോലത്തെയൊക്കെ സൈറ്റൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, വണ്ടി ചവിട്ടിയൊക്കെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തോ. കിടിലം ഒരു മെമ്മറിയും കിടിലം ഒരു വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. എവിടെയൊക്കെ വ്യൂ പോയിന്റ് കാണുന്നത് അവിടെയെല്ലാം നമ്മൾ വണ്ടി ചവിട്ടാറുണ്ട്. മഴവിൽ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല. റാംബോയുടെ വൈബ് പിന്നെ വീഡിയോ ഷൂട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത്. കിടിലം വെള്ളച്ചാട്ടവും ഇതുപോലത്തെ റാംബോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്നാർ വട്ടവട കേടയിൽ. സോ ഗൈസ്, രാവിലെ ഇറങ്ങുന്ന ഏറ്റവും നല്ല തിരക്കും ഇല്ല. ഇതുപോലത്തെ വ്യൂസ് സിമ്പിളായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. മനസ്സൊരു സന്തോഷം. മഴവെയിലൊക്കെ കണ്ടപ്പോൾ കുട്ടിക്കാലത്തെ ഒരു കുട്ടിക്കളി അങ്ങ് ഇറങ്ങി ഞങ്ങളുടെയൊക്കെ. അടാ മഴവിൽ, അടാ വീണ്ടും വന്നടാ ശ്രീറാംബോ. മഴവിലിൻ്റെ വ്യൂ ഒക്കെ ക്യാപ്ചർ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ എല്ലാർപ്പെട്ടിയുടെ അടുത്ത് എത്താറായി. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഒരു മഴവിൽ കണ്ട് ഒന്നും നോക്കില്ല. ഞങ്ങൾ വണ്ടി അങ്ങ് ചവിട്ടി. തൊട്ടടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ബട്ട് ഈ ക്യാൻറ്റീൻ കയറിയപ്പോൾ ഒന്നുമില്ല, പൊറോട്ടയും ഗ്രേവി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഗൈസ്. അവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയുടെ അടുത്തൊരു കിടിലം വ്യൂ പോയിൻ്റ് ഉണ്ട്. എല്ലാർപ്പെട്ടിയ ഗൈസ്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ചേട്ടൻ്റെ ഒരു ചായക്കട. ഇവിടെ ഒരു സ്നാക്സ് ഉണ്ട്. ആ സ്നാക്സാണ് നമ്മൾ ചോളം കൊണ്ടുണ്ടാക്കുന്നതാണ് ഗൈസ്.
ചോളം കൊണ്ട് ഉണ്ടാക്കുന്ന സ്നാക്സ് ആണ്, അടിപൊളി സ്നാക്സ് ആണ്. ഇഷ്ടപ്പെട്ട് ഈ ഒരു കോഫിയും കുടിച്ച് ഇത്രയും കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ്, നിങ്ങൾ മസ്റ്റായിട്ട് വ്യൂ പോയിന്റ് ഇത് വിസിറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ചായക്കടയിൽ ആ ചേട്ടൻ്റെ ആ ഒരു ബോണ്ട പോലത്തെ ഒരു നമ്മളാ ചോളം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എന്തോ ഒരു സ്നാക്സ്, അടിപൊളി സ്നാക്സ് ആയിരുന്നു. ഈ ഒരു കോഫിയുടെ വൈബും ഇവിടെ കൂടെ ഒരു വഴിയുണ്ട്, ഈ വഴിയിൽ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. എൻ്റെ മോനെ എത്ര പറഞ്ഞാലും കുറവാണ്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾ മിസ് ചെയ്യേണ്ട, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടിലം വ്യൂ പോയിന്റ് തന്നെയാണ്. എല്ലാർപ്പട്ടി ഭാഗത്ത് നിങ്ങൾ എത്തുവാണെങ്കിൽ ആ പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്തുള്ള ചായക്കട മീൻസ് ആ ചേട്ടൻ്റെ ചായ കഴിച്ചിട്ട് ഈ ഒരു സ്ഥലം അതിൻ്റെ കുഞ്ഞൊരു വഴിയുണ്ട് അവിടെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഈ വ്യൂ പോയിന്റ് അധികം ആർക്കും അറിഞ്ഞുകൂടാ, ബട്ട് കിടിലം വ്യൂ പോയിന്റ് തന്നെയാണ്. വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ കിടിലം സ്പോട്ട് തന്നെ. സോ ഗൈസ് മസ്റ്റായിട്ട് ഈ സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ സ്ഥലം ഒരു അടിപൊളി മെമ്മറി തന്നെ കിട്ടും. ഇവിടുന്ന് വീഡിയോസിനും ഫോട്ടോസിനും ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ വട്ടവള ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. സോ ഇവിടെ ഒരു 6 മണിയാണ് സമയം, മോർണിംഗ് തൊട്ട് ഈവനിങ് 6 മണി വരെ. സോ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും തരണം. നമ്മൾ എത്ര പേരാണ് എവിടെ നിന്നാണ് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിലും കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇവിടെ പാസ് ചെയ്താൽ പോകാൻ. സോ നമ്മൾ ഇവിടെ ഇറങ്ങി ഞാനും വരുണും കൂടി വരുമ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തു, കുറച്ച് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് നേരെ ഇവിടെ നിന്ന് നേരെ നമ്മൾ വരുന്നത് നമ്മളെ സ്റ്റേയുടെ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. സോ ഗൈസ് വട്ടവള ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്, മസ്റ്റ് വിസിറ്റ്. ഇതിന്റെ പോവില്ല.
സീക്രട്ട് വേലിൻ്റെ പേരിട്ടിരിക്കുന്നത്. അടിപൊളി സ്ഥലം തന്നെയാണ് സീക്രട്ട് വേലി. നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. വ്യൂ ഒക്കെ കണ്ടില്ലേ, മല തൊട്ടടുത്ത് തന്നെയാണ്. ഗ്രീനേരി, പച്ചപ്പ്, പ്രകൃതി ഭംഗി കൂടിയ സ്ഥലം. ഇതുപോലത്തെ സ്ഥലത്ത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും വൈബാണ്. ദ സീക്രട്ട് വേലി വ്യൂ കണ്ടു നോക്കും മോനെ, വേറെ ലെവൽ തന്നെയാണ്. വട്ടവടവിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റേ ചെയ്തു. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടുത്തെ അടിപൊളിയായിരുന്നു. ഇവരെ ജീപ്പ് സഫാരി ഉണ്ട്, എൻ്റെ മോനെ. ഇവർ തരുന്ന ഒരു ജീപ്പ് സഫാരി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ട്രീറ്റ് ആയിരിക്കും. കൂടെയുള്ള റൈഡറും അതേപോലെ കമ്പനിയും പിന്നെ പല സ്ഥലത്തും അവർ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാവിലെയാണ് നമ്മൾ അടുത്ത ദിവസം ട്രിപ്പിൽ പോകുന്നത്. വട്ടവിടെ വൺ ഓഫ് ദ വ്യൂ പോയിന്റിലാണ്. സോ നമ്മൾ എ ഫ്രെയിമൊക്കെ കണ്ടു നോക്കിയോ ഗൈസ്. വ്യൂ എ ഫ്രെയിം ഉണ്ട്, ടെൻ്റ് ഉണ്ട്. സോ ഗൈസ്, ഇതിൻ്റെ മോർ ഡീറ്റെയിലിന് വേണ്ടി കോൺടാക്ട് നിങ്ങൾ ചെയ്തേക്കണം. ഡിസ്ക്രിപ്ഷനിൽ വേറെ നമ്പർ ഞാൻ തന്നിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ പോകുന്നത്. ഇനി ഒരു വൈകുന്നേരത്തെ വിഷ്വലും കൂടി കണ്ടു നോക്കുക. ഒരു 7 വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 360 ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാം എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ചാനലിൻ്റെ കൂടെ കൂടിക്കോളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. ഇവരുടെ നമ്പർ ഞാൻ എന്തായാലും തന്നിരിക്കുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇവരോട് കോൺടാക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ വട്ടവടയിലെ വൺ ഓഫ് ദ വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിലം തന്നെയാണ്. അതേപോലത്തെ സ്ഥലത്ത് നിങ്ങൾ പോയില്ലെങ്കിൽ വൺ നഷ്ടമായിരിക്കും വട്ടവട ട്രിപ്പ്. പിന്നെ രാവിലത്തെ വിഷ്വൽസ് ഒക്കെ കണ്ടല്ലോ. തൊട്ടടുത്തൊരു കൃഷി ഫാം ഉണ്ട്, വെളുത്തുള്ളിയും പിന്നെ അല്ലാത്ത കുറേയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങി. ഞാനും ഉണ്ട്, അരുണുണ്ട്, അബിയുണ്ട്, ഡേവിഡ് ഉണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് വട്ടവട വിസിറ്റ് ചെയ്ത്? കൃഷി ഫാമിലൊക്കെ ഇറങ്ങണം. വട്ടവട ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് പോവുള്ളൂ. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. സീത ഗ്രീനറി, വാവ്, നല്ല തണുപ്പാണ്. ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അത്യാവശ്യം നല്ല ചിൽഡ്. വൈകുന്നേരം നല്ല തണുപ്പാട്ടോ, ഇതിനെക്കാട്ടി തണുപ്പായിരിക്കും. ഇവിടെ മഴ കുറവാണ്. മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ജീപ്പ് സഫാരിയിലേക്ക് പോകുന്നത്, നമ്മൾ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. സോ ഇത് സീക്രട്ട് വേലിക്കാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ജീപ്പ് സഫാരി. അതും നിങ്ങൾ കണ്ടു നോക്കുക, വേറെ ലെവൽ തന്നെയാണ്. വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ജീപ്പ് സഫാരിയിലേക്ക് ഞങ്ങൾ പോകുന്നത് പഴത്തോട്ടത്തേക്കാണ് ഗൈസ്. വട്ടവടയിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരു ഓഫ് റോഡ് കൂടിയാണ് ഗൈസ്. റൈഡൊക്കെ നിങ്ങൾ കണ്ടുപോകുക, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഈ ബ്രോ ആണെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. പറഞ്ഞല്ലേ, സീക്രട്ട് വേലിയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ റൈഡും കിട്ടും. ഒരുപാട് വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും ഗൈസ്.
ആണ്. ഇതിൻ്റെ തൊട്ടടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്. വെള്ളമൊക്കെ കുറവായതുകൊണ്ട് നമ്മളങ്ങോട്ട് പോയില്ല. ഈ ഒരു കട ഇന്ന് അടച്ചിട്ടിരിക്കുന്ന. ഈ കട ഉണ്ടെങ്കിൽ ചാർജബിൾ ആയിരിക്കും ഈ പോയിന്റിൽ വന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ. ബട്ട് നമ്മൾ വന്നപ്പോൾ കടയൊക്കെ അടച്ചിട്ടിരിക്കുക, അതുകൊണ്ട് പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ബ്രോ വണ്ടി ഇവിടെ ചവിട്ടി നമ്മൾ ഈ വ്യൂസൊക്കെ ക്യാപ്ചർ ചെയ്ത് അടിപൊളി ഒരു വ്യൂ പോയിന്റ് തന്നെയാണിത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്ട്രോബെറി തോട്ടത്തേക്ക് എത്തി. സ്ട്രോബെറി ഫാം, വട്ടവടയിലെ സ്ട്രോബെറി ഫാം, അതെങ്ങനെയുണ്ട് അതും കണ്ടുപോകുക. അടിപൊളി തന്നെയാണ്. ഇത്രയും വലിയ സ്ട്രോബെറി ഫാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ്. അടിപൊളി വ്യൂ തന്നെയാണ്. സ്ട്രോബെറി ഫാമൊക്കെ കണ്ടല്ലോ. ഇനി ഒരു ഗ്രൗണ്ടിലിട്ട് ഒരു ചെറിയ ജീപ്പിൻ്റെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ കണ്ടാലോ. നമ്മൾ ജീപ്പ് റൈഡർ ബ്രോയുടെ റൈഡ് ഒന്ന് കണ്ടു നോക്കാം അല്ലേ. നമുക്ക് പൊളിക്കാം. റൈഡ് ഞങ്ങൾ ശരിക്കും പൊളിച്ച് എൻജോയ് ചെയ്ത്. ബ്രോ വേറെ ലെവൽ തന്നെയാണ്. മുട്ട കമ്പനിയും ഗൈഡിങ് ഒക്കെ അടിപൊളി. നമുക്ക് എവിടെയൊക്കെ വ്യൂ പോയിന്റ് വരുന്ന എല്ലാ സ്ഥലത്തും വണ്ടി നിർത്തിയാലും നിങ്ങൾ എടുത്തോ ഫോട്ടോസ് വീഡിയോസ്. എന്തായാലും ഇഷ്ടം പോലെ സമയമുണ്ട്. സോ ഗായ്സ്, ഈ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെയാണ്. എത്തിയിട്ടുണ്ട് ഗൈസ്. 4 സ്റ്റാർ ഏരിയ ആണ്. ഇവിടെ സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. സ്റ്റേ ഗസ്റ്റിനുള്ള സ്റ്റേയുടെ റേറ്റ് വരുന്നത് എത്ര അറിയണ്ട്, 3000 രൂപയാണ് രണ്ടാൾക്ക്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ കിട്ടും. ലോഗ് ഹൗസും ഉണ്ട്, എ ഫ്രെയിം ഉണ്ട്, പിന്നെ ടെൻറ്റ് സ്റ്റേ അവൈലബിൾ ആണ്. ഏത് സ്റ്റേയിൽ നിങ്ങൾ ചെയ്താലും 3000 ആണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കിട്ടും. ഇത് മൂന്നാർ ടൂറിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. വട്ടവടയിലെ ഏറ്റവും കിടിലം വ്യൂ പോയിന്റ് ഗൈസ്. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളിവിടെ എത്തി ഉടനെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചാറ്റി തുടങ്ങി. എൻ്റെ മോനെ, ആ കോടും മഞ്ഞും ചെറുതായിട്ടൊക്കെ കൂടി. ഓഹോ, എന്താ ക്ലൈമറ്റ്. ഇപ്പോൾ കേരളത്തിലെ ഐലൻഡും സ്വിറ്റ്സർലൻഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ. വേറെ ലെവൽ തന്നെയാണ്. നമ്മുടെ കേരളം വേറെ ലെവലാണ്. വട്ടവട മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവർ നൈറ്റിൽ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ആണോ അതും ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഗൈസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും 3000 ആണ് റേറ്റ് വരുന്നത്. 2% സ്റ്റേ.
2-3 സ്റ്റേ ചെയ്യാം. ഫ്രെയിം ഉണ്ട്, ലോഗ് ഹൗസ് ഉണ്ട്, ടെന്റ് ഉണ്ട് ഗൈസ്. സോ ഈ 3 കാറ്റഗറിയിലെ സ്റ്റേ അവൈലബിൾ ആണ്. റേറ്റും കുറവാണ്. റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഗൈസ്, ബട്ട് റേഞ്ച് ഇല്ലാത്തതാണ് നല്ലത്. ശരിക്കും ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്താൽ മനസ്സിനൊരു ആശ്വാസം. എങ്ങോട്ട് നോക്കിയാലും വൈബേ ഉള്ളൂ. എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും വൈബ് പോലെ ഇതേപോലത്തെ വൈബുള്ള സ്ഥലത്തൊക്കെയാണ് നിങ്ങൾ വരുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വട്ടട വന്നിട്ട് ഈ ഒരു സ്ഥലം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൺ നഷ്ട. കേരള മൂന്നാറിൽ വന്നാലും വട്ടവട നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. വീട്ടിലെ സ്പോട്ട് ഒരു രക്ഷിക്കാത്ത വൈബ. മഴയുണ്ട്, കോടിമഞ്ഞും കാണാൻ പറ്റും. പ്രകൃതി ഭംഗി വേറെ ലെവൽ തന്നെയാണ്. God's own country. ഇനി ശരിക്കുള്ള വ്യൂ പോയിന്റ് ഒന്ന് കണ്ടാലോ ഗൈസ്. ഇതേ നടന്ന് നമ്മൾ പോകുന്നുണ്ട്. ചെറുതായിട്ട് ട്രെക്കിംഗ് ഉണ്ട്. ഒരു 1-1.5 കിലോമീറ്റർ. കയ്യിലൊരു വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയാൽ നല്ലതായിരിക്കും കേട്ടോ. ഞങ്ങളത് എടുത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. വ്യൂ വേറെ ലെവൽ തന്നെയാണ്. പഴത്തോട്ടം ഗൈസ് മറക്കണ്ട, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. സീക്രട്ട് വേലിയിൽ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജീപ്പ് റൈഡും കിട്ടും. സ്പെഷ്യൽ ട്രീറ്റ് ആയിരിക്കും ഗൈസ്. നമ്മൾ ചെക്കനാണ് നമ്മളെ കൂടെ ഇരുന്നത്. ഇത് കണ്ടില്ലേ, ചെക്കനാണ്. ഫോറസ്റ്റ് നമ്മൾ കൂടെ വന്നിട്ട് ഗൈഡ് എല്ലാ സ്ഥലത്തും നമ്മൾ കാണിച്ചു തരുന്നത്. പ്രകൃതി ഭംഗി വേറെ ലെവൽ തന്നെയാണ്. Lightness
വൈബൊക്കെ കണ്ടല്ലോ, നമ്മളെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട് കണ്ടു നോക്കുക, അടിപൊളി തന്നെ. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ കെയർഫുള്ളായിട്ട് നിൽക്കണേ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വരെ കയറിയിട്ടുണ്ട്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കെയർഫുള്ളായിട്ട് നിന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ വരെ ഒരു കാടിൽ കൂടി പോകുന്ന സ്ഥലമുണ്ട്. അതും ഒരു അടിപൊളി വ്യൂ പോയിന്റാണ്. ബട്ട് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ കാരണം അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. അതാണ് പെർ ഹെഡ് 300 രൂപ അടിക്കുന്നത്. ബട്ട് അത് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ കാരണം അവിടെ പോകാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ നേരത്തെ എൻക്വയറി ചെയ്തിട്ട് പോവുക. അതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞങ്ങൾക്കത് മിസ്സായി. ബട്ട് നെക്സ്റ്റ് ട്രിപ്പ് ഞങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും വിസിറ്റ് ചെയ്യും. അതിൻ്റെ വീഡിയോയും ഗൈസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും. അത് ഞങ്ങളെ മിസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ കാര്യം. വ്യൂ ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട.